ഗോവിന്ദച്ചാമിയുടെ ഇന്നത്തെ ജയിൽ ചാട്ടം അത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിനായി ശരീരഭാരം കുറയ്ക്കാൻ ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. ഡോക്ടറുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങി ചപ്പാത്തി മാത്രം കഴിക്കുന്നത് ശീലമാക്കി അത്തരത്തിൽ ശരീരഭാരം പകുതിയായി കുറച്ചു. ഇന്ന് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത് 1:15 ചുവരനോട് ചേർന്നായിരുന്നു കിടന്നുറങ്ങിയത്. കനത്ത മഴയായിരുന്നു. അതിനാൽ ചുവരനോട് ചേർന്ന് പുതച്ചുമൂടിയാണ് ഇയാൾ കിടന്നത്. കൊതുക് വലയം ഉണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി കിടന്ന 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല. 1:10 ഒരു വാർഡൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ പുതച്ചുമൂടിയ നിലയിൽ ഒരു രൂപമുണ്ടായിരുന്നു. ജയിൽ ചാടാൻ ഇയാൾ മുൻപ് തന്നെ ആസൂത്രണം നടത്തിയിരുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. എന്നാൽ ഈ ഒരു 1:10 ശേഷം 1:10 ജയിൽ വാർഡൻ അവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇയാൾ 1:15 ഇവിടെ നിന്ന് കടന്നു കളഞ്ഞുവെന്നത് വലിയ ചോദ്യമാണ്. അത്തരത്തിൽ ഈ ഒരു ജയിൽ അധികൃതർ അല്ലെങ്കിൽ വാർഡനും ഒക്കെ ഈ സമയത്തിന് ശേഷം അടുത്തെങ്ങും പിന്നെ പരിശോധനകൾ ഉണ്ടാകില്ല എന്നുള്ളതിന്റെ ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഗോവിന്ദച്ചാമി ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ആ സമയത്ത് ആസൂത്രണം ചെയ്തത്, അല്ലെങ്കിൽ ആ സമയം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് എന്നുള്ളതെല്ലാം ചോദ്യമാണ്. അതിനുമപ്പുറം കേരളം വിടാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകി. ജയിൽ ചാടിയതിനു ശേഷം മോഷണം നടത്തി ഇത്തരത്തിൽ പണം കണ്ടെത്തി കേരളം കടക്കാനായിരുന്നു, കേരളം കടന്നു കളയാനായിരുന്നു ഇയാളുടെ പദ്ധതിയെന്നും ഇയാൾ പോലീസിനോട് ഇതിനോടകം മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു ആസൂത്രണത്തോടു കൂടിയായിരുന്നു പ്രതിയുടെ ഈ ജയിൽ ചാട്ടം. മറ്റൊരു പ്രധാന സംഭവം, സെല്ലിലെ 2 കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്ത് കടന്നത് എന്നുള്ളതാണ്. താഴത്തെ കമ്പികളാണ് മുറിച്ചത്. ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു. ദിവസങ്ങളായി കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഉപ്പ് വെച്ചതുപോലെ കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയമുണ്ട്. 2 വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് ആ മതിലിലേക്ക് കയറിയത്. ശേഷം ഇതേ തുണി താഴേക്കിട്ട് അതിൽ പിടിച്ചൂർന്നിറങ്ങുകയായിരുന്നു. ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദച്ചാമി എടുത്തിരുന്നു. ഇതിനു വേണ്ടി ജയിലിലെ വെള്ള വസ്ത്രം മാറ്റിയാണ് പുറത്തേക്ക് ഇറങ്ങിയതെന്നും കണ്ടെത്തി. എന്നാൽ എങ്ങനെയാണ് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ഇത്തരത്തിൽ ഇത്ര വലിയൊരു മതിൽ, ഒരു ജയിൽ കോമ്പൗണ്ടിന്റെ മതിൽ ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ വസ്ത്രങ്ങളിൽ പിടിച്ച് കയറിയതെന്നതും തിരികെ അപ്പുറത്തെ വശത്ത് നിന്ന് മൂർന്ന് താഴേക്ക് ഇറങ്ങിയതെന്ന അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. എന്തായാലും ജയിലിലെ വരാന്തയിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെല്ലുകളിൽ CCTV ഇല്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഫെൻസിംഗിൽ വൈദ്യുതി ഇല്ല എന്നുള്ള കാര്യവും അതൊരു വലിയ അനാസ്ഥ തന്നെയാണ്. ആ ഒരു കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജയിൽ തടവുകാർ ഒരുപക്ഷെ ഇത്തരത്തിൽ ജയിൽ കോമ്പൗണ്ട് ചാടിയാൽ അവരെ പ്രതിരോധിക്കാനുള്ള ഇലക്ട്രിക് ഫെൻസിംഗിലേക്ക് കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നുള്ളത് അതിഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ്, അനാസ്ഥ തന്നെയാണ്. മാത്രമല്ല ജയിലിലെ CCTV നിരീക്ഷണമില്ലാത്ത ഭാഗങ്ങളും ബ്ലൈൻഡ് സ്പോട്ടുകളുമെല്ലാം മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിലൂടെ ഇയാൾ മനസ്സിലാക്കി എന്ന രീതിയിലേക്കാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ കുറിച്ച് വിവരവുമായി പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ 3ഓളം പേർ കൃത്യമായി വിവരം നൽകി. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. പിടികൂടിയ ശേഷം ഇയാളെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതി ജയിൽ ചാടാനായി ജയിലിൽ നിന്നോ അതുപോലെ പുറത്തു നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ ഇയാൾക്ക് എന്നതിലുൾപ്പെടെ അന്വേഷണം നടത്തും. സംഭവ സമയത്ത് ജയിലിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4:15 പ്രതി ജയിൽ ചാടിയത്. വിവരം പുറത്തുവിട്ടതോടെ പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ 3ഓളം പേരാണ് കൃത്യമായ വിവരങ്ങൾ നൽകിയത്. സ്ഥലത്തെത്തുമ്പോൾ കിണറ്റിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. പ്രതി ജയിൽ ചാടാൻ ആരുടെയെങ്കിലും സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കും. പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തും. ഇതെങ്ങനെ കൈക്കലാക്കി എന്നുള്ളതും കണ്ടെത്തും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിച്ചിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താൻ സഹായിച്ച മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും പോലീസ് നന്ദി അറിയിച്ചു. സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമിയെ ഇന്ന് രാവിലെ 10:40 പിടികൂടിയത്. കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പോലീസ് പൊക്കിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദച്ചാമിയിലേക്ക് പോലീസ് എത്തിയതും. ഒരു കൈയില്ലാത്തയാളെ നാട്ടുകാരിൽ ഒരാൾ കണ്ടിരുന്നു. അദ്ദേഹത്തിനുണ്ടായ സംശയവും ഈയൊരു പിടികൂടലിൽ അതിസഹായകമായി. കണ്ണൂർ ബൈപ്പാസ് റോഡിൽ വെച്ചാണ് റോഡിന്റെ വലതുവശം ചേർന്ന് ഒരാൾ നടന്നു പോകുന്നതായി കണ്ടത്. തലയിൽ ഒരു ഭാണ്ഡക്കെട്ടുമുണ്ടായിരുന്നു. സംശയം തോന്നിയതോടെ എടാ എന്ന് വിളിച്ചു. പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുകയായിരുന്നു. പിന്നാലെ മതിൽ ചാടി ഓടുകയായിരുന്നു ഇയാളെന്നാണ് വിവരം. പിന്നീട് വിശദമായി നടത്തിയ തിരച്ചിലിലും CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലുമാണ് ജയിലിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ആളൊഴിഞ്ഞ കിണറ്റിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക്, അതായത് പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന
CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും. എന്തായാലും ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് ഇതുവരെയുള്ള വിവരം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത്. അതീവ സുരക്ഷാ ജയിലിലുള്ള 10ാം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ജയിൽ ചാടിപ്പോയത്. ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടി. സംഭവത്തിൽ ജയിലിലെ ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 4 ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വകുപ്പ് നടപടി ഉണ്ടായത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി DAG V ജയകുമാർ ഉത്തരവിട്ടു. എന്തായാലും ഇനിയും മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. മറ്റു ചില സുപ്രധാന വിവരങ്ങൾ. അതിലേറ്റവും പ്രധാനം ഇയാൾ ജയിലിൽ ചാടാൻ ഇയാൾക്ക് ജയിലിനകത്ത് നിന്നോ ആരുടെയെങ്കിലും സഹായവും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ അതിലും ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷ. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയായിരുന്നു. പിടിയിലായ ഗോവിന്ദചാമിയെ 2011 നവംബർ 11 തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും 2016 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.